സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത് ചന്ദ്രശേഖരനും കൽപ്പനയൊക്കെ കൂടി സംസാരിക്കുന്നതാണ്. ചന്ദ്രശേഖരൻ കൽപ്പനയോട് പറയണേ, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഈ കണിമംഗലം പിന്നീട് എൻ്റെ കയ്യിലാവും. അന്നേരം കൽപ്പന പറയണേ, എത്രയും പെട്ടെന്ന് ആ രണ്ടെണ്ണത്തിൻ്റെ ബോഡി ഈ വീട്ടിലെത്തിയാൽ മതി. അതിനുശേഷം വേണം ഈ വീട്ടിൽ നിന്ന് ആ പ്രിയങ്ക എന്ന് പറയുന്നവളെ അടിച്ച് പുറത്താക്കാൻ. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്ന ഈ സമയത്തായിരിക്കും കേട്ടോ ദേവനാരായണൻ ചന്ദ്രശേഖരൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അന്നേരം ദേവനാരായണൻ്റെ അന്നേരം ചെറിയച്ചൻ പറയണേ, ഇതാ പ്രിയങ്കയുടെ അച്ഛനാ തിരുമേനി. അയാൾ ചിലപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കുമായിരിക്കും. എന്തെന്ന് പറയണം? അന്നേരം കൽപ്പന പറയണേ, നടന്നതെല്ലാം പറ. അയാളുടെ മോള് കാരണം ഈ കുടുംബത്തിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചെന്ന് പറ. അതറിഞ്ഞ അയാൾ ചങ്ക ഒട്ടിച്ചാവുന്നെങ്കിൽ നമുക്കെന്താ കുഴപ്പം? അങ്ങനെ ചന്ദ്രശേഖരൻ കോൾ അറ്റൻഡ് ചെയ്യുവാണ്. അല്ല, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനെല്ലാം കാരണം തിരുമേനിയുടെ മോള് തന്നെയാണ്. ഇവിടെ ഞങ്ങളുടെ ഏട്ടൻ നെഞ്ചുവേദന എടുത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുക. അതിന് കാരണം നിങ്ങളുടെ മോളാണ് എന്ന് പറഞ്ഞ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. അതുമാത്രമല്ല, വരുണ്യം ഇതുവരെ കാണാനില്ല. അവനെക്കുറിച്ച് ഒരു വിവരവും. ഇതൊക്കെ കേട്ട് തിരുമേനിയാണെങ്കിൽ വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കലിമംഗലത്തെത്തുന്ന ദേവനാരായണനെയാണ്. അങ്ങനെ ദേവൻ അവിടെ എത്തുമ്പോഴേക്കും കൽപ്പനയും ഉർവശിയൊക്കെ ചേർന്ന് പ്രിയങ്കയുടെ ഓരോ കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കേട്ടിട്ട് ദേവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ സമയം പ്രിയങ്കയും മുത്തശ്ശിയൊക്കെ അവിടെ എത്തുവാണ്. അന്നേരം ദേവൻ പ്രിയങ്കയോട് ചോദിക്കണേ, എന്താ മോളെ കേൾക്കുന്നത്? ഇവർ പറയുന്നതൊക്കെ സത്യമാണോ? അന്നേരം ചന്ദ്രശേഖരൻ പറയുക, എല്ലാത്തിനും കാരണം തിരുമേനിയുടെ മോള് തന്നെയാണ്. കടൽക്കരയിൽ വരുൺ ഇരിക്കുന്നുണ്ടെന്നറിഞ്ഞ് ബിജിയോടന്ന് വരുൺ അന്വേഷിച്ചു പോയതാ. എന്നാൽ കടൽക്കരയിൽ വെച്ച് വരുണിനെ കാണാതെയായി. വരുണിൻ്റെ ചെരുപ്പും ഫോണും ഒക്കെ കടൽക്കരയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് കേൾക്കുന്നത് മുത്തശ്ശാകെ തളർന്നു പോകുക. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുവാണ് കേട്ടോ. അങ്ങനെ വരണ്ടി വാർത്തയും കൂടി കേൾക്കുമ്പോൾ എല്ലാവരും വീണ്ടും ഷോക്കാകുവാണ്. പിന്നീട് അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ സഹിക്കാനാവാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന രാധികയും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്